ഹലോ ഗായ്സ്, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് IND മണിയെക്കുറിച്ചും അതിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ചുമാണ്. IND മണി എന്ന് പറയുമ്പോൾ നമ്മൾ അമേരിക്കൻ ഷെയർസ് വാങ്ങുന്നതാണ്. അമേരിക്കൻ ഷെയർസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഷെയർസിനെക്കാളും എന്തുകൊണ്ടും നമുക്ക് ഭാവിയിൽ ഏറ്റവും കൂടുതൽ മൂല്യം ചെയ്യുന്നതും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് IND മണി എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം. ഇതുകൂടാതെ ഒരുപാട് യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ആപ്പ് തന്നെയായിരിക്കും ഇത്. എന്തെന്നാലും ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ എത്ര രൂപ കിട്ടും, മാസം എത്ര രൂപയാണ് പലിശ, വർഷം എത്ര രൂപ കിട്ടും, അതുപോലെ തന്നെ ഇതിൻ്റെ ഷെയർ എങ്ങനെയാണ് എടുക്കുന്നത്, ഷെയർ എടുത്താൽ എങ്ങനെയാണ് അതിൻ്റെ ലാഭം, എങ്ങനെയാണ് ലോസ് വരുന്നത്, അതൊക്കെ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ, എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് IND മണി ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. അതിന് IND എന്ന് അടിക്കുക. അപ്പോൾ US സ്റ്റോക്കിന് ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ആപ്പ് വരും. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനെ ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ ഞാനത് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് വെരിഫിക്കേഷനൊക്കെ വരും. അപ്പോൾ അത് നിങ്ങളെല്ലാം പൂരിപ്പിച്ച് ഫില്ല് ചെയ്തിട്ട് ഇതുപോലത്തെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് റിവാർഡ്സ് തന്നെ ഫസ്റ്റ് കിട്ടും. എനിക്ക് ഗൂഗിളിൻ്റെ, ഫേസ്ബുക്കിൻ്റെയും ആപ്പിളിൻ്റെയും 10 രൂപ വെച്ചിട്ടുള്ള റിവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഷെയർ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ ഷെയർ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല നല്ല കമ്പനിയെ നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് മാത്രമേ ഷെയറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരുന്നതായിരിക്കും. ഞാൻ തന്നെ ഇതിനകത്ത് ഇവർ തന്ന റിവാർഡ്സിൽ ഇപ്പോൾ ഒരാഴ്ചക്കകത്ത് തന്നെ ഒരുപാട് ലോസ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതുവരെയും നിങ്ങളിലോട്ട് കയറിയിട്ടില്ല. അതിനകത്ത് റെഡ് ചിഹ്നമുണ്ട്, അതിൻ്റെ ഗ്രീൻ ചിഹ്നവും അത് കാണിക്കുന്നതാണ്. ഗ്രീനാണ് ഏറ്റവും മുകളിലോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം സ്റ്റഡി ചെയ്തിട്ട് എടുക്കാവൂ. അതുപോലെ ഈ ആപ്പിൽ ഫേസ്ബുക്ക്, ഗൂഗിൾ എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല നമുക്ക് സുരക്ഷിതത്വം നൽകുന്നത് നമ്മൾ ബാങ്കുകൾ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നിങ്ങൾ SBI ബാങ്കോ അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കോ റിലയൻസ് അതുപോലുള്ള സ്ഥാപനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഒരിക്കലും താഴോട്ട് പോകത്തില്ല. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകും ഷെയർ എടുക്കുമ്പോൾ. അതുപോലെ തന്നെ ഇതിനകത്ത് IND മണിക്കകത്ത് ഏറ്റവും കൂടുതലുള്ള ഇതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറേ സാധ്യതകളുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മന്ത്ലി നമുക്ക് അതിൻ്റെ പലിശ എടുക്കാം. അതുപോലെ തന്നെ ആനുവലി നമുക്ക് അതിൻ്റെ പലിശ എടുക്കാം. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 1 വർഷം, 2 വർഷം, 10 വർഷം വരെ ഏറ്റവും മാക്സിമം പോയാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫണ്ട് യുവർ IND സൂപ്പർ സേവിങ് അക്കൗണ്ട്. ആദ്യത്തെ ഒരു ഷെയറിൻ്റെ ഇതാണ് കാണിക്കുന്നത്. 1000 രൂപ മുതലാണ് ഒരു ഷെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതിൻ്റെ GST ചാർജ്, ഡോളറിൻ്റെ വാല്യൂ കാണിക്കുന്നുണ്ട്. 75.49 പൈസയാണ് ഇപ്പോൾ ഒരു ഡോളറിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും മൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 0 ആണ്. ഞാൻ ഇതുവരെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിലായിട്ട് നമുക്കിത് വരുമ്പോൾ ഇതിനകത്ത് IND സൂപ്പർ സേവിങ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അതുപോലെ 3 രൂപ മുതൽ 7.8 രൂപ പലിശ വരുന്നതുണ്ട്. അതുപോലെ തന്നെ 1.20 മാസം ടെൻഡറിൽ നമുക്ക് നോക്കാം. ഒരുപാട് ഇതുണ്ട്. ആനുവലി ഉണ്ട്, നമുക്ക് 1 വർഷത്തെ ഉണ്ട്, 2 വർഷത്തെ ഉണ്ട്, 5 വർഷത്തെ ഉണ്ട്, 6 മാസത്തെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് കാണാം മന്ത്ലി നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുകയാണെങ്കിൽ 30 രൂപയാണ് നമുക്ക് ഒരു മാസം കിട്ടുന്നത്, 7.3 പലിശയ്ക്ക്. ടോട്ടൽ 2 വർഷം നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് 5000 രൂപ ഇടുകയാണെങ്കിൽ 730 രൂപ നിങ്ങൾക്ക് പലിശ ഇനത്തിൽ നിങ്ങൾക്ക് ലാഭമായിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് 30x12 ആകുമ്പോൾ 360 രൂപയാണ് ഒരു മാസം വെച്ച് ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നത്. 5000 രൂപയ്ക്കാണ് ഇത്, നിങ്ങൾ ഓർക്കണം.
₹5000 2 വർഷം അതിനകത്ത് കാണിക്കുന്നുണ്ട്. 6 മാസം ഓരോ പേയ്മെൻറ്റ് നിങ്ങൾക്ക് മാറി മാറി കറക്റ്റ് ഇതിനകത്ത് ഇൻട്രസ്റ്റ് പേ ഔട്ട് അതിന് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ സാധിക്കുന്നതാണ്. അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. നമുക്ക് റെക്കോർഡ് ഡെപ്പോസിറ്റിനെക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ്. നമുക്ക് പലിശ കിട്ടുമെന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അനന്തസാധ്യതകളുള്ളത്. കാരണം നമുക്കിപ്പോൾ റെക്കോർഡ് ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. റെക്കോർഡ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ഒരു 5 വർഷമൊക്കെ എത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പലിശ വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.